ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മീൻ കറിയിൽ മാങ്ങയും മുരിങ്ങയ്ക്കായും ഇട്ട് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ഇനി നമുക്ക് ഈ പൊടിയെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കണം. അതിനുവേണ്ടി 2 സ്പൂണോളം മല്ലിപ്പൊടിയാണ് പാനിലേക്ക് ഇട്ടത്. ഇനി 1 സ്പൂൺ കാശ്മീരി ചില്ലി, 1/2 സ്പൂണ് എരിവുള്ള മുളക് പൊടിയും രണ്ടും കൂടി മിക്സാക്കി നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. 1/4 സ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ലേശം ഉലുവാപ്പൊടിയും കൂടി ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. പൊടിയൊന്നും കരിഞ്ഞു പോകാതെ വെറും ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇത് ചൂടാക്കി എടുക്കാൻ. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 1/2 മുറിയോളം തേങ്ങ തിരുമിയത് അതിലേക്ക് ഇടാം. ഇനി നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന പൊടി അതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് കുറച്ച് ഉള്ളി അതിലേക്ക് മുറിച്ചിടാം. ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അരച്ചെടുക്കാം. ഇതേ പരുവത്തിൽ അരച്ചെടുക്കണം. ഇനി നമുക്കൊരു ചട്ടി അടുപ്പിൽ വെക്കാം. നമ്മളിവിടെ കറി വെക്കാൻ എടുത്തിരിക്കുന്നത് ചെറിയ അയിലയാണ്. അതിനുവേണ്ടി 2 മാങ്ങയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. 2 മുരിങ്ങയ്ക്കായും 2 മാങ്ങയും ഇട്ട് നമുക്കിത് കറി വെക്കാം. മാങ്ങയും മുരിങ്ങയ്ക്കായും ചട്ടിയിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ഒഴിക്കാം. പാകത്തിനുള്ള വെള്ളം ചേർത്ത് എല്ലാം കൂടെ കലക്കി നമുക്ക് വെക്കാം. പാകത്തിനുള്ള പരലിപ്പാണ് ഞാൻ ഇതിലേക്ക് ഇട്ടത്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കതിലേക്ക് മീൻ ചേർക്കാം. ഇനി നമുക്കൊന്ന് ഇളക്കി അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ മാങ്ങയും മുരിങ്ങയ്ക്കായും മീനും എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് താളിച്ചതിലേക്ക് ഒഴിക്കാം. മാങ്ങായും മുരിങ്ങയ്ക്കായും ഇട്ട അയിലക്കറി ഇവിടെ റെഡിയായിരിക്കുകയാണ്. എൻ്റെ ഈ ചെറിയ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൂടെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ കുക്കറിൽ ചോറ് വെക്കുന്നത് എങ്ങനെയാണെന്ന് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ കുക്കറിലാണ് വെച്ചത്. പാലക്കാടൻ മട്ടയാണ്. ഇത് വെന്തതിന് ശേഷം ഒറ്റ വിസിലടിച്ച് വെന്തതിന് ശേഷം നമ്മൾ വിസിലെല്ലാം ഓഫായതിനു ശേഷം തുറന്ന് നോക്കിയതാണ്. ചോറ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. കുക്കറിൻ്റെ അടപ്പിൽ കുറച്ച് എണ്ണ തേച്ച് വെച്ചാൽ ചോറ് വെച്ചാലും കറി വെച്ചാലും ഒന്നും അതിലോട്ട് തിളച്ച് വരത്തില്ല. നല്ല ക്ലീനായിട്ടിരിക്കും. ഇതുപോലെ ഒരു ബ്രഷ് എടുത്ത് കുറച്ച് എണ്ണ തടവിയാണ് ഞാൻ ഈ കുക്കറിൽ ചോറ് വെച്ചിട്ടുള്ളത്. ഇതുപോലെ ക്ലീനായിരിക്കും. ഇനി നമുക്കതിൻ്റെ വാഷറും വിസിലും എടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് അത് ചരിച്ചിടാം. അങ്ങനെ അതിൻ്റെ വെള്ളമെല്ലാം അവിടെ കിടന്ന് ഊറിപ്പോയതിന് ശേഷം മാത്രം നമുക്കിത് തുറന്ന് വെച്ച് ചോറൊന്ന് ചെറിയ തീയിൽ വെച്ചൊന്ന് മുരിച്ചെടുക്കാം. ഈ രീതിയിൽ ചോറുണ്ടാക്കിയാൽ നമുക്ക് സമയലാഭവും ഗ്യാസ് ലാഭവും ഉണ്ടാകും. അങ്ങനെ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള റെസിപ്പികൾക്കായി സാൾട്ടഡ് ബട്ടർ സൗത്തി ചാനൽ ഫോളോ ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ ഫോണിൽ വരുന്നതാണ്.